ഹലോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫോണിലെ വീഡിയോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? നമ്മളെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളാണ് ഇവരൊക്കെ. കുട്ടികളോ? നിങ്ങൾ ഇപ്പോൾ എന്താ മനസ്സിലാലോചിച്ചതെന്ന് ഞാൻ പറയട്ടെ. നമ്മളെ തുറുപ്പുകുലാനിലെ ഡയലോഗ് അയ്യടാ ഇതാണോ കുട്ടി എന്നല്ലേ? അതേ ഗൈസ്, ഞങ്ങൾ കുട്ടികൾ തന്നെയാണ്, ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ആ ബ്ലൂ പാൻറ് ഇട്ടതാട്ടോ നമ്മുടെ ഡാൻസ് ടീച്ചർ. അപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്കൊരു സെലിബ്രേഷൻ നടത്തിയാലോ എന്ന്, ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നത്തെ വീഡിയോ ആണിത്. ഞങ്ങൾ അന്ന് രാവിലെ വന്നു, ലോട്ട് എടുത്തിട്ട് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 1 മാസമൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ളൂ കേട്ടോ പരിചയപ്പെട്ടിട്ട്. ആ 1 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കമ്പനിയായി, നല്ല വൈബായിരുന്നേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ഒരു പുതിയ ആളുകളെ കിട്ടി. ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്ത് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ട് കുട്ടിപ്പടകളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്ന. തറവാട്ടിൽ ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചീനെ സോപ്പ് ഇട്ടിട്ട് എല്ലാവരും കൂടി KFC കഴിക്കാൻ പോവാണ്. അങ്ങനെ ഇവരെ വെറുതെ വിടാൻ പറ്റുമോ? അപ്പോൾ ഞാനും അവരുടെ കൂടെ കൂടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ചുങ്കത്തേക്കാണ് പോകുന്നത്. ചുങ്കത്തുള്ള KFCയിൽ നിന്നാണ് കഴിക്കുന്നത്. കണ്ണും നട്ടിരിക്കുന്ന പിന്നെ ഫുൾ ടൈം വായനയാണ്. എല്ലാം കടിക്കാം. 2 ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷീബ ചേച്ചി ഇതാണ് കേട്ടോ. ചേച്ചീൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ജലദോഷം പിടിച്ചിട്ട്. അത് കുട്ടികൾ നല്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഞാനോ ഈ വീട് 100 വർഷം പഴക്കമുള്ളതാണ്. തള്ളു ആരതിന്റെ തള്ളു തറവാട് 100 വർഷം പഴക്കമുള്ള ആരോ പറയണേ. അവിടെ ഫോട്ടോ ഉണ്ട്, മുത്തശ്ശിന്റെ ഒക്കെ ഉണ്ട്. അത് അപ്പൊ അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടോ? 100 വരെ അവരുണ്ടാവും. KFC പോലുള്ള ഫുഡുകളൊക്കെ ഞങ്ങൾ അധികം ഒഴിവാക്കാറാണ് പതിവ്. കുട്ടികൾക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇതിപ്പം എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ കുറേ ആയി വാങ്ങി കൊടുത്തിട്ടും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് അകത്തേക്ക് കയറിയപ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഷനലിനെ കണ്ടത്. അവനോട് സംസാരിച്ച് KFC ഓർഡർ ചെയ്ത് മക്കളെയൊക്കെ സീറ്റിൽ പിടിച്ചിരുത്തി കഴിഞ്ഞ് അപ്പോഴേക്കും KFC എത്തിയിട്ടോ. KFC മുന്നിലേക്ക് കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും എല്ലാവരും 4 ഭാഗത്തു നിന്നും കൈ വരാൻ തുടങ്ങി. പിന്നെ ചേച്ചിയായിരുന്നു എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തത്. അങ്ങനെ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരവിൻ്റെ അടുത്ത ആവശ്യം ഹൈലൈറ്റ് മാളിൽ പോകണം. കുറേ ആയി ഞങ്ങൾ പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചീനെ പിന്നെയും സോപ്പിട്ട് അവർ ഹൈലൈറ്റ് മാളിലേക്ക് എത്തി. ഹലോ ഗൈസ്, അവസാനം നമ്മൾ ഹൈലൈറ്റിൽ എത്തിയിരിക്കുന്ന ഇവരുടെയൊക്കെ ടീം ലീഡർ ആരവാണ്. ആരവേട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെയാണ് ബാക്കി എല്ലാവരും അനുസരിക്കുകയും ചെയ്യാറുള്ളത്. പിന്നെ ഇതിനിടയ്ക്ക് ചെറിയ വഴക്കുകളും കരച്ചിലും എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അത് അവർ തമ്മിൽ തീർക്കും. അതിൻ്റെ ഉള്ളിലേക്ക് വെക്കട്ടെ, അതിൻ്റെ ഉള്ളിൽ വെക്കട്ടെ. ആരോ ചിരിക്കൂല, ആരോ ചിരിക്കുകയില്ല കേട്ടോ, ആരോ ചിരിക്കുകയില്ല കേട്ടോ. ടിങ് 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 ടിങ്. ആരവിനെ ചിരിപ്പിക്കുന്നവർക്ക് ഈ KFC ഓടിക്കട്ടെ. മതി. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കാണ്. ഞാൻ ഡ്രസ്സ് എടുത്തു, അഞ്ചു ഡ്രസ്സ് എടുത്ത് അല്ലേ ചാച്ചിയോ? ഷീബ എടുത്തില്ലല്ലോ. ഓളാണെന്ന് നോക്കാതെ അവിടെ ഫുള്ള് ഓടിക്കളിയായിരുന്നു ഇവരെല്ലാവരും കൂടി. അവസാനം ചേച്ചിക്ക് സൗണ്ട് എടുക്കാൻ പറ്റാഞ്ഞിട്ട് ചേച്ചി അവിടെ തൂങ്ങിക്കിടന്ന ബെൽറ്റ് എടുത്തിട്ട് ഇവരെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടുണ്ടോ കൂട്ടം, ചേച്ചി ബെൽറ്റ് വെച്ചപ്പോൾ പിന്നെയും ഓടിക്കളിക്കാൻ തുടങ്ങി. ആമി അധിക ടൈമും ചേച്ചീൻ്റെ കൂടെ തന്നെയായിരുന്നു. ചേച്ചീൻ്റെ കൈ പിടിച്ച് നടക്കുക, ചേച്ചീൻ്റെ മടിയിലിരിക്കുക, ഇതൊക്കെയായിരുന്നു ആമീൻ്റെ വിനോദങ്ങൾ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരോടും ഏത് ഐസ്ക്രീം വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ചേച്ചി ബുക്ക് ചെയ്തത്. നമ്മൾ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ ഓർഡർ ചെയ്തത്? ചോക്ലേറ്റ് ഐസ്ക്രീം.
ഗായ്സ്, ഈ സുന്ദരിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? പഴയ സിനിമാ നടി മോനിഷ. എന്നാൽ കമന്റ് ബട്ടണിൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരാണ് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നത് നോക്കട്ടെ. ആമിയാണോ? നോക്കട്ടെ. അത് ഷീപ്പിൻ്റെ ആണ്. മാഷേന്റെ ചോക്ലേറ്റ്. എല്ലാവരോടും ചോദിച്ചിട്ടായിരുന്നു ഐസ്ക്രീം ബുക്ക് ചെയ്തത്. പക്ഷെ ലാസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് ഐസ്ക്രീമിൻ്റെ ഭംഗി കണ്ടിട്ട് മാഷ കരയാൻ തുടങ്ങി. പക്ഷെ ആരവ് ഏട്ടനല്ലേ, വിട്ടു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ആരവ് വിട്ടുകൊടുത്തു. പക്ഷെ മനസ്സോട് കൂടിയിട്ട് അവൻ പിണങ്ങിയിരിക്കുകയാണ്. കുറച്ച് നേരം ആ പിണക്കുണ്ടായിരുന്നു. പിന്നെ അത് അവർ 5 മിനിറ്റിനുള്ളിൽ അത് കോംപ്രമൈസായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇനി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരവ് ഓരോ പോസ് ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയൊക്കെ നിന്നു. ലാസ്റ്റ് ഫോട്ടോസ് കിട്ടി. ഫുൾ കോമഡി ആയിരുന്നു. നിനക്ക് ഉള്ളിൽ തൊടല്ലേ, നോക്കട്ടെ. നമ്മളിപ്പോ ഷോപ്പിലാണ്, നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മളിപ്പോ ഇതാണ് ഗ്ലാസ്, നല്ല രസമുള്ള ക്യൂട്ട് ഗ്ലാസ്. ഇത് ചെയറ്, നമുക്കാണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇത് ഗ്ലാസ് ആ രണ്ട് അങ്ങേലിമാരെന്താ പറയുന്നത്? അവിടെ വെക്കി, അവിടെ വെക്കി. നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ആമി പൈസ കൊടുത്തോട്ടെ. മോളിൽ വന്നിട്ട് അമ്മയും കുട്ടിയും കളിക്കുന്ന 2 പേർ. ഒരു കുട്ടി, ഒരമ്മ. അമ്മ കുട്ടിക്ക് ചോറ് വാരി കൊടുക്കായിരുന്നു അല്ലേ? കുട്ടി പോയല്ലോ. നീ ആ ചോറ് ബാക്കിയായത് എന്താ ചെയ്യാ? പൂച്ചയ്ക്ക് കൊടുക്കുക. പൂച്ചതാ, അഞ്ചു പൂച്ചതാ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുട്ടിപ്പടകളുടെ കൂടെ ഒരു ദിവസം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.